കൊട്ടാരക്കര നഴ്സിംഗ് കോളേജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലാബ് ലൈറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര ETCയിലെ 3.5 ഏക്കറിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ കഴിഞ്ഞാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ETCയിലെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാൽ CPAS നഴ്സിംഗ് കോളേജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലാബ് ലൈറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബുദ്ധിമുട്ടുകൾ വരുന്ന ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടുകൾ വരുന്നവരെയാണ് നിങ്ങൾ ആശ്വസിപ്പിക്കുന്നത്, ചികിത്സിക്കുന്നത്, അവർക്ക് സമാധാനം പകരുന്നത്. നോക്കുന്ന നേഴ്സും ഡോക്ടറും ആശങ്ക ഉണ്ടാക്കുന്നവരാണെങ്കിൽ രോഗിയുടെ രോഗം വർദ്ധിക്കും. പക്ഷേ എപ്പോഴും വളരെ പീസ്ഫുള്ളായിട്ട് ഈ കാര്യമെല്ലാം നമുക്ക് ശരിയാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ജീവിതം മറ്റൊരു മേഖലയെ പോലെയല്ല, വളരെ നമ്മുടെ സൗകര്യങ്ങൾ പലപ്പോഴും മാറ്റിവെച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു ട്രെയിനിങ് ഔപചാരികമായ ട്രെയിനിങ് അല്ല, അതുകൊണ്ട് മാത്രം കഴിയില്ല. പക്ഷെ ഇവിടെ നഴ്സിംഗിന് വന്ന കുട്ടികൾ അവരുടെ അത്യാവശ്യ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നേരെ ക്ലിനിക്കൽ പരിശീലനത്തിന് പോകുന്നതിന് മുമ്പാണ് ഈ പൂർത്തിയെടുക്കുന്നത്. ആ ചടങ്ങ് ആണ് നടക്കുന്നത്. അത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർ ഡിഗ്രി പാസ്സായി പുറത്ത് ജോലിക്ക് പോകുന്നത് പോലെ തന്നെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഒരു സിറിഞ്ച് കയ്യിലെടുക്കാനോ അതെടുക്കാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. പക്ഷേ അത്യാവശ്യം രോഗിയെ നേരിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നിടത്തേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. അതിന് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നഴ്സിംഗ് കോളേജിന് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ പണം അനുവദിച്ചിരുന്നു. ETCയിലെ 3.5 ഏക്കറിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ കഴിഞ്ഞാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കും. കേരളത്തിന്റെ എല്ലാ മേഖലകൾക്കും ഗുണകരമാകുന്ന ബജറ്റാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസങ്ങളിൽ സൗജന്യ ചികിത്സ നൽകുന്നതിലൂടെ അപകട മരണങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ വയോജനങ്ങളിൽ BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സും അതിനു മുകളിലുള്ളവർക്കുമായി ന്യൂമോണിയ പ്രതിരോധ വാക്സിനേഷൻ പദ്ധതി നടപ്പിലാക്കാൻ 50 കോടി രൂപ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ക്ഷേമത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ RS സപ്തമി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞയും ചൊല്ലി നൽകി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് KV സുജമോൾ, വൈസ് പ്രിൻസിപ്പൽ K ജിനു ജോൺ, CPAS എക്സിക്യൂട്ടീവ് അംഗം A അബ്ദുൽ വഹാബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.